ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് പോയപ്പോൾ കരുനാഗപ്പള്ളിയിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് ക്രിസ്മസിനൊരു 3 ദിവസം മുന്നേ ഒരു 3 ഡേയ്സ് ട്രിപ്പിന് പോയതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ഹോട്ടൽ സഫയർ കൊച്ചിയിലെ ഒരു കോസി ആയിട്ടുള്ള റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ വട്ടം എൻ്റെയും ഹസ്ബൻഡിൻ്റെയും അമ്മമാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 അമ്മമാർക്കും അവരുടേതായ ഒരു ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി അവരെയും കൂടി ഞങ്ങളുടെ കൂടെ കൂട്ടി. സോ അവർക്ക് മറ്റൊരു റൂം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ വളരെ ലൈവ്ലി ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണല്ലേ. അപ്പോൾ എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കൊച്ചിയും അതുപോലെ തന്നെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഫോർട്ട് കൊച്ചിയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. എത്രയോ മലയാള സിനിമകൾക്ക് ജീവൻ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ കൊച്ചിയിലുള്ളത്. അങ്ങനെ കൊച്ചിയിലെ നഗരവീഥികളിലൂടെ നമ്മൾ ആദ്യം ഇപ്പോൾ സഞ്ചരിച്ച് പോകുന്നത് വൈപ്പിനിലെ ബോട്ട് ജെട്ടിയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജങ്കാർ എടുത്തിട്ടാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പോൾ റോഡ് മാർഗവും നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും. പക്ഷേ ഈ ജങ്കാർ ട്രിപ്പ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടിയായിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ടും ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ വൈപ്പിനിലേക്ക് അടുക്കുമ്പോഴുള്ള ഈ പാലത്തിൻ്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം ചൈനീസ് നെറ്റ്സ് അഥവാ ചീന വലകൾ കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾക്ക് സമയക്കുറവ് മൂലം അവിടെ ചെന്ന് നേരിട്ട് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായും അതൊന്ന് പോയി സന്ദർശിക്കണം. ഈ ചീനവലകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പല കഥകളും പറയുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കഥയെന്ന് പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ ചൈനീസ് പര്യവേക്ഷകനായ ചെങ് ഹേ ഇത് കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത് മത്സ്യങ്ങൾ പിടിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമായിരുന്നെങ്കിൽ ഇന്നത് ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു ആകർഷണ കേന്ദ്രം കൂടിയാണ്. കടലോരമായതുകൊണ്ട് തന്നെ ധാരാളം കടൽ പരുന്തുകളെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റി. അങ്ങനെ നമ്മളിപ്പോൾ വൈപ്പിൻ ബോട്ട് ജെട്ടിയുടെ അടുത്തെത്തി. നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1/4 മണിക്കൂറെങ്കിലും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ജങ്കാറിലേക്ക് പ്രവേശിച്ചത്. ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ബോട്ട് ജെട്ടിയുടെ അടുത്ത് തന്നെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. 50 രൂപയായിരുന്നു 1 വേ കാർ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജങ്കാർ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5-10 മിനിറ്റിനകം നമ്മളങ്ങ് ഫോർട്ട് കൊച്ചിയിലെത്തി. പക്ഷെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ വ്യൂ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. നല്ല തിരക്കായത് കാരണം ഞങ്ങൾക്ക് കാറിൻ്റെ പുറത്തേക്ക് തന്നെ ഇറങ്ങാനായിട്ട് പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഫോർട്ട് കൊച്ചിയിലെത്തി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. അതിനായി നമ്മൾ പോയത് ഫോർട്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി റോഡിലുള്ള വളരെ പ്രശസ്തമായ കായിസ് റഹ്മത്തുള്ള കഫേ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത റെസ്റ്റോറൻറ്റ് എന്ന് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ചെന്നപ്പോൾ നമ്മൾക്കും അത് ബോധ്യപ്പെട്ടു കേട്ടോ. ഒരുപാട് തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. എങ്കിലും അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല തുടക്കമായി എന്നോർത്ത് ഞങ്ങൾക്കെല്ലാം നല്ല സന്തോഷമായി. 140 രൂപയായിരുന്നു കേട്ടോ ആയത്. ബിരിയാണിക്ക് കൂട്ടുപിടിക്കാനായി നല്ല കിടിലും അച്ചാറും സാലഡും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. വർത്ത് എവറി പെന്നി എന്നൊക്കെ പറയില്ലേ, അതാണ് ടേസ്റ്റ്. അങ്ങനെ അവിടെ നിന്ന് ഗുജറാത്തി റോഡിലൂടെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും വഴി നമുക്ക് കുറേയധികം ഗുജറാത്തി കമ്മ്യൂണിറ്റിയെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഏകദേശം 700ഓളം ഗുജറാത്തി കുടുംബങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇവർ 11-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ കച്ചവടത്തിനായൊക്കെ വന്ന് സെറ്റിലായവരാണ്.
അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് മട്ടാഞ്ചേരി ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരത്തിലാണ്. ഇതും ഫോർട്ട് കൊച്ചിയിലെ ഒരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച ഈ കൊട്ടാരം അന്നത്തെ കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മയ്ക്ക് സമ്മാനിച്ചതാണ്. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഇത് പുതുക്കി പണിതതോടെ ഈ കൊട്ടാരം ഡച്ച് പാലസ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ഇന്നിത് കേരള സർക്കാരാണ് സംരക്ഷിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് ക്ലിപ്സ് ഞാൻ കാണിക്കാം. 5 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ടിക്കറ്റ്. അപ്പോൾ ഈ ഡച്ച് പാലസ് കൊളോണിയൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കേരള സ്റ്റൈൽ ആർക്കിടെക്ചറാണ് കേട്ടോ. ഇവിടെ രാമായണവും മഹാഭാരതവും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ചുമർ ചിത്രങ്ങളും ഒരുപാട് കൊച്ചി രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ആ കാലത്തെ രാജകുടുംബങ്ങളുടെ ഒരു ജീവിത ശൈലിയെപ്പറ്റി നമുക്ക് കുറേ അറിവ് നേടാൻ പറ്റും. ശരിക്കും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ധാരാളം ടൂറിസ്റ്റുകളായി വന്ന വിദേശികളെയും നമുക്കവിടെ കാണാനായിട്ട് പറ്റി. അതുപോലെ രാജകുടുംബത്തിന്റെ പ്രതിഷ്ഠയായ പഴയന്നൂർ ഭഗവതിയുടെ അമ്പലവും ഈ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ കാണാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ഞാൻ ഒത്തിരി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ജ്യൂ ടൗൺ. ആൻറ്റിക് ഐറ്റംസ് അഥവാ പ്രാചീന വസ്തുക്കളുടെ ഒരു ആസ്ഥാന കേന്ദ്രം എന്ന് വേണമെങ്കിൽ ഈ ജ്യൂ സ്ട്രീറ്റിനെ വിശേഷിപ്പിക്കാം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഈ തെരുവുകൾ എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വിലയും കുറച്ച് കൂടുതൽ തന്നെയാണ്. ഈ തെരുവുകളിലൂടെ നടക്കുമ്പോൾ വർണ്ണവിസ്മയം തകർത്ത് നിൽക്കുന്ന നിരവധി കൊളോണിയൽ ബിൽഡിങ്സും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു പെർഫ്യൂം ഷോപ്പിൽ കയറി. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മണമുള്ള നിരവധി പെർഫ്യൂം കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ 1000 രൂപയ്ക്ക് 100 ml ഒരു എക്സോട്ടിക് ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ സ്ട്രീറ്റിനെ പറ്റി പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ കുറേയധികം ജൂത സമൂഹം ഇസ്രായേലിലേക്ക് കുടിയേറിയതിനു ശേഷം ഇവിടുത്തെ അവരുടെ വീടുകളും അനാഥമായി. അങ്ങനെ ആ വീടുകളിലെ പല ഗൃഹോപകരണങ്ങളുമാണ് പിന്നീട് ഇവിടുത്തെ കടകളിൽ ആൻറ്റിക് ഐറ്റംസായി വിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിൽക്കാലത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൻറ്റിക് ഐറ്റംസും ഇവിടെ വിൽക്കാനായിട്ട് തുടങ്ങി. ആൻറ്റിക് ഷോപ്സ് കൂടാതെ നിരവധി ട്രഡീഷണൽ തുണിക്കടകളും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരു അടിപൊളി വൈബാണ്.
സ്ട്രീറ്റിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് പരദേശി സിനഗോഗ് അഥവാ ജൂയിഷ് സിനഗോഗ് കാണാൻ പറ്റും. അപ്പോൾ സിനഗോഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ജൂതരുടെ ദേവാലയമാണ്. അപ്പോൾ പള്ളിയുടെ അകത്ത് സ്ട്രിക്ട്ലി ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് പുറത്ത് നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഈ ഒരു പള്ളി 16-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലുണ്ടായിരുന്ന ജൂത സമുദായക്കാരാൽ പണികഴിക്കപ്പെടുകയും പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇത് തകർക്കുകയും എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് ഡച്ചുകാർ ഇത് പുതുക്കി പണിയുകയും ചെയ്തു. പള്ളിയുടെ അകക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കണ്ണഞ്ചിപ്പിക്കുന്ന ആർക്കിടെക്ചറും ആംബിയൻസും ഒക്കെയാണ് അവിടെ. അവരുടെ ഒരു പ്രാർത്ഥനാ രീതിയെയൊക്കെ പറ്റി നമുക്കൊരു അറിവ് ലഭിക്കും. കൂടാതെ കുറേയധികം ആന്റിക് ഐറ്റംസ് ഇവിടെയും കാണാൻ പറ്റും. ജൂത സ്ത്രീകൾക്കായുള്ള പ്രത്യേക ഗാലറിയും അവിടെയുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ വളരെ കുറച്ച് ജൂതന്മാരെ താമസിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ ആരാധന പൂജയൊക്കെ നടത്താനായി 10 ജൂതന്മാരടങ്ങുന്ന മിന്യാൻ അഥവാ കൂട്ടായ്മ നിലനിർത്താൻ ഇപ്പോൾ പ്രയാസമായി വരികയാണ്. അങ്ങനെ അവിടെ നിന്നിറങ്ങി നമ്മൾ അടുത്തതായിട്ട് ജൂ ടൗണിൽ തന്നെയുള്ള ഈ കാശി ഹലേഗുവ ഹൗസിലാണ് പോയത്. ഇവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതല്ല കേട്ടോ. കുറേ അധികം സന്ദർശകർ അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ട് കയറിയതാണ്. ഈ ഹലേഗുവ ഹൗസിൻ്റെ ഒരു ചരിത്രം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ വീട് 18-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ്. എന്നിട്ട് 250 വർഷത്തോളം അന്നത്തെ ജൂത കുടുംബങ്ങളിലെ തന്നെ പ്രമുഖരായിരുന്ന ഹലേഗുവ ഫാമിലിയുടെ പല തലമുറകൾ ഇവിടെ താമസിച്ചു വന്നിരുന്നു. പിൽക്കാലത്ത് കൊച്ചിയിലെ ഒട്ടുമിക്ക ജൂതന്മാരെല്ലാം അവരുടെ ജന്മനാടായ ഇസ്രയേലിലേക്ക് തിരിച്ചു പോയി. എന്നിട്ടും ചിലർ പിന്നെയും ഇവിടെ തന്നെ തുടർന്നു. അതിൽ പെടുന്നതാണ് ഈ ഹലേഗുവ ഫാമിലിയിലെ റിട്ടയർഡ് ടീച്ചറായിരുന്ന ജൂലിയറ്റ് ഹലേഗുവയും അവരുടെ ഒരു മകളും. പിന്നീട് ഈ അടുത്ത് 2019 അവരും ഈ വീട് കാശി ഗ്രൂപ്പിന് വിൽക്കുകയും ഇസ്രായേലിലേക്ക് തന്നെ അവരുടെ മറ്റ് മക്കൾക്കൊപ്പം തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ ബിൽഡിംഗ് കലാകാരന്മാർക്ക് അവരുടെ കലകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു പബ്ലിക് സ്പേസ് ആയിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇവിടെ ചെറിയ പുനരുദ്ധാരണ പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പഴയ കാലത്തെ പല ആർക്കിടെക്ചറിനും ഇവിടെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് പണ്ടത്തെ ഓൾഡ് സ്റ്റൈൽ കിച്ചണും ഡോർസും ഒക്കെ അവരിപ്പോഴും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ വന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മമാർക്കൊക്കെ ഇവിടെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫ്രീ എൻട്രി ആണ് ഇവിടെ. അങ്ങനെ വൈകുന്നേര സമയമായി നല്ല വെയിലത്തൊക്കെ നടന്നതുകൊണ്ട് അല്പം തണുത്ത എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ പോയത് ഒരുപാട് യൂട്യൂബ് ഇൻസ്റ്റാ വീഡിയോസിലൊക്കെ നമ്മൾ സജഷൻ കണ്ടിട്ടുള്ള റിനൂസ് കൂൾ ബാറിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വർഷത്തിൽ 365 ദിവസവും കിട്ടുന്ന അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്, അതായത് അവക്കാഡോ മിൽക്ക് ഷേക്ക്. അത് തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ കടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നിറച്ചും അവക്കാഡോസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എൻ്റെ മോൻ ഗ്രേപ്പ് ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ഒരു ഭയങ്കര ഫ്രഷ് ക്രീമി ആൻഡ് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ ഈ അവക്കാഡോ മിൽക്ക് ഷേക്ക്. രുചിയും അപാരം. 60 രൂപയ്ക്ക് തികച്ചും അടിപൊളിയാണ്. ഗ്രേപ്പ് ജ്യൂസും കിടിലെന്നാണ് എൻ്റെ മോൻ്റെ റിവ്യൂ. അപ്പോൾ ഇത് മട്ടാഞ്ചേരിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഇതും വർത്ത് എ ട്രൈ ആണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ അതായത് ഡേ 1 ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും വഴി നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ സുന്ദരിയായ പ്രിൻസസ് സ്ട്രീറ്റ് വഴിയാണ് പോയത്. ഡേ 2 വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഇത്. പക്ഷേ ഇവിടുത്തെ വർണ്ണ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓടിച്ചു പോയതാണ്. ഒരുപാട് ഫോട്ടോ ഷൂട്ട്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ട്രീറ്റാണിത്. നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ട്രീറ്റ് കാണാം. ഫോർട്ട് കൊച്ചിയിലെ സ്ട്രീറ്റ്സ് ഒക്കെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു പ്രത്യേക വൈബായിരുന്നു അത് കാണാൻ. സോ അടുത്തതായി സന്ധ്യ ആകുന്നതിന് മുന്നേ നമ്മൾ ഈ തിടുക്കത്തിൽ പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്, അവിടെ സൺസെറ്റ് കാണാനായിട്ട്.
ലോക്കൽസും ഒക്കെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വരുന്ന വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. നല്ല ഗ്രീനറി ഉണ്ട്, അത്യാവശ്യം ക്ലീനുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലസന്റ് ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. മനോഹരമായ സൺസെറ്റ് ഒക്കെ കണ്ട് ഹാപ്പി ആയതിനു ശേഷം ഞങ്ങൾ പട്ടമൊക്കെ പറത്തി ടൈം എൻജോയ് ചെയ്തു. എൻ്റെ മോൻ ആദ്യമായിട്ടാണ് കേട്ടോ പട്ടം പറത്തുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു അവൻ. ഈ ബീച്ചിൽ തന്നെയാണ് പ്രശസ്തമായ കൊച്ചിൻ കാർണിവലും ന്യൂ ഇയർ ഈവിന് നടക്കുന്നത്. ഡിന്നർ ടൈമായി നമ്മൾ എത്തിയത് അഗെയിൻ ഒരുപാട് വീഡിയോസിലൊക്കെ റിവ്യൂ കണ്ട് വന്നിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അടുത്ത് തന്നെയുള്ള ഓൾഡ് ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോ ഹോട്ടൽ. ഈ ഹോട്ടൽ പണ്ട് കൊച്ചിൻ പോർട്ടിന്റെ ഫൗണ്ടർ ആയിരുന്ന സർ റോബർട്ട് ബ്രിസ്റ്റോ അദ്ദേഹത്തിന്റെ റെസിഡൻസ് ആയിരുന്നു. ചുരുക്കത്തിൽ ഫോർട്ട് കൊച്ചിയിൽ കംപ്ലീറ്റ്ലി ന്യൂ ബിൽഡിങ്സ് ഒക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. എല്ലാ ബിൽഡിങ്സിനും ഒരു കഥ പറയാനുള്ളത് പോലെയാണ്. ഇതൊരു പോഷ് ഹോട്ടലാണ്. ഇതിൻ്റെ ഒരു ആംബിയൻസും അടിപൊളിയാണ്. ഇവിടുത്തെ ഔട്ട്ഡോർ ഡൈനിങ് ഏരിയയിലാണ് ഞങ്ങൾ അന്നിരുന്നത്. രാത്രി നല്ല അമേസിങ് സീ വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. കുറേ അധികം ഷിപ്സും നമുക്ക് കാണാൻ പറ്റി. ഇനി ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് ഡ്രൈ റോസ്റ്റും പിന്നെ സീ ഫുഡ് പ്ലാറ്ററുമാണ് കേട്ടോ. പിന്നെ മൊയ്റ്റോസും ഓർഡർ ചെയ്തായിരുന്നു. ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ ആൻഡ് ടേസ്റ്റ് ഒക്കെ സൂപ്പറായിരുന്നു. ബട്ട് കുറച്ച് പ്രൈസി ആയി തോന്നി. എല്ലാം കൂടി 2500 രൂപയൊക്കെ ആയി. ബട്ട് ഓക്കെ, വൺസ് ഇൻ എ വൈൽ ഇങ്ങനെ ഒരു പോഷ് സെറ്റപ്പിലൊക്കെ ഇരുന്ന് കഴിക്കുന്നത് ഒരു ഹാപ്പിനെസ് അല്ലേ. ഡേ 1 എക്സ്പ്ലോറേഷനൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളിപ്പം റോഡ് മാർഗം തിരിച്ച് കൊച്ചിയിലെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകുവാണ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ ഫുള്ളി കളർഫുൾ ലൈറ്റ്സ് ഒക്കെ കൊണ്ട് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി. ഈ കാണുന്നത് ഡേ 2 രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഹോട്ടലിൻ്റെ എതിരെ തന്നെയുള്ള ഈ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നാടനൂണും മീൻ രുചിയും അവിടെ ഒന്ന് പോയി കഴിച്ചു നോക്കാമെന്ന്. കാരണം ഞങ്ങൾ തലേ ദിവസം തന്നെ അവിടുത്തെ തിരക്ക് ശ്രദ്ധിച്ചിരുന്നു. ചില സമയത്ത് ഇതുപോലത്തെ കൊച്ചു കടകളിൽ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഫുഡ് കിട്ടാറുണ്ടല്ലേ. അപ്പം നമ്മളുടെ കേരള ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരുമാതിരി എല്ലാ വിഭവങ്ങളും അവിടെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പറോട്ടയും മുട്ടക്കറിയും ഇടിയപ്പവും കടലക്കറിയും ചായയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല ഭക്ഷണം ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്ക് കഴിച്ച ഒരു നിർവൃതിയിൽ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഉച്ചഭക്ഷണവും അവിടെ നിന്ന് തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അടുത്തതായിട്ട് ഫോർട്ട് കൊച്ചിയിലെ ഒരു ലാൻഡ്മാർക്ക് സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ബർഗർ സ്ട്രീറ്റിലെ കാശി ആർട്ട് കഫേ. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിനും ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ബർഗർ എന്ന് പറഞ്ഞാൽ ഡച്ചിൽ ക്ലാർക്ക് എന്നാണ് അർത്ഥം. സോ പണ്ട് കാലത്ത് ഇവിടെ ക്ലാർക്സും മിഡിൽ ക്ലാസ് ഫാമിലിയിലുമുള്ള ആൾക്കാരാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർ ഇവിടെ ഡച്ച് സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ആണ് പണിതിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡച്ച് ഹൗസിലാണ് ഈ ഒരു കാശി ആർട്ട് കഫേ അവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു കഫേയുടെ മെയിൻ തീം എന്ന്
എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് ഫുഡിൻ്റെ ഒരു ബ്ലെൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ആർട്ട് ഗാലറി കാണാം. അതിൽ ഡിസ്പ്ലേസ് ഒക്കെ ഇന്നും അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഗാർഡൻ കഫേ കാണാൻ പറ്റും. അവിടുത്തെ ഒരു ആംബിയൻസ് തികച്ചും രസമാണ്. കുറേയധികം പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ്. പിന്നെ പ്ലാന്റ്സിൻ്റെ ഒരു കലവറ തന്നെയുണ്ട്. ഈവനിങ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വരാൻ പറ്റിയ വൈബുള്ള ഒരു സ്ഥലമാണിത്. ഇനി അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല പോഷാണ്. എക്സ്പെൻസീവ് ആണെങ്കിലും ഞങ്ങൾ ചോക്ലേറ്റ് സോസൊക്കെ ഒഴിച്ച ഒരു ഭയങ്കര മോയ്സ്റ്റായിട്ടുള്ള വായിൽ അലിഞ്ഞു പോകുന്ന ഒരു ചോക്ലേറ്റ് കേക്കും പിന്നെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസും ഒക്കെ കുടിച്ചപ്പോൾ ഇറ്റ്സ് വർത്ത് ദ പ്രൈസ് എന്ന് തോന്നി. കലാകാരന്മാർക്കും കലയെ ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങനെ ഒരു ആംബിയൻസിൽ വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ഇഷ്ടമുള്ളവർക്കും പറ്റിയൊരു സ്പോട്ടാണിത്. ഇവർ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഓപ്ഷൻസും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം, സ്റ്റ്യൂ, വെറൈറ്റി ഓഫ് സാൻഡ്വിച്ചസ്, ഓംലെറ്റ്, സാലഡ്സ് അങ്ങനെ പലതും ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മാത്രം എനിക്ക് ഫീൽ ചെയ്തത്, നമ്മൾ ആദ്യം കഫേയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. സോ ദാറ്റ് ആ ഒരു വെയിറ്റിംഗ് ടൈമും നമുക്ക് ഒട്ടും തന്നെ മടുക്കില്ല. സോ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു. പ്രിൻസസ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം പ്രിൻസസ് സ്ട്രീറ്റ് വൺ ഓഫ് ദി ഓൾഡ് സ്ട്രീറ്റ്സ് ഇൻ ഫോർട്ട് കൊച്ചി എന്നാണ് പറയുന്നത്. യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സും വീടുകളും ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവാണ് ഈ സ്ട്രീറ്റ് കാണാൻ. സോ ഞങ്ങളും അവിടെ കുറേയധികം ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നതെന്ന്. സ്ട്രീറ്റിലും നമുക്ക് കുറേയധികം ആൻറ്റിക് സ്റ്റോർസും കഫേസും റെസ്റ്റോറൻറ്റ്സും ആർട്ട് ഗാലറീസും ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഹോം സ്റ്റേസും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസ് ആൻഡ് ജ്വല്ലറീസ് ഒക്കെ വിൽക്കുന്ന തുണിക്കടകളും ഒക്കെ കാണാൻ പറ്റും. സോ ഇൻ കേസ് നിങ്ങൾ ജൂ ടൗണിൽ ആൻറ്റിക്സ് ഒക്കെ വാങ്ങാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതും നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. സ്ഥലത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രശസ്ത ഗായകൻ ഗാനഗന്ധർവൻ KJ യേശുദാസ് അദ്ദേഹത്തിന്റെ തറവാട് വീടായിരുന്ന ഇപ്പോൾ ഓയോ റൂംസ് ഏറ്റെടുത്തിട്ടുള്ള ഹൗസ് ഓഫ് യേശുദാസ് എന്ന ഈ ഹോട്ടലാണ്. ഇത് അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ തന്നെ സെൽ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇതിലൊരു മാവുണ്ട്. അപ്പം അത് അദ്ദേഹത്തിന് അമ്മ വെച്ചതാണ്. അപ്പം അദ്ദേഹം അത് മാത്രം പ്രിസർവ് ചെയ്യണമെന്നൊരു കണ്ടീഷൻ ഇത് സെൽ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാ വർഷവും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി ഇവിടെ വന്ന് ആ മാവിന് വെള്ളം ഒഴിക്കാനായിട്ട് അദ്ദേഹം വരുമെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഞങ്ങൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിയമിലേക്കാണ്. കൊച്ചി തേവരയിലെ കേരള ഫോക്ലോർ മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയമിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ തനതായ കേരള ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടം കാണാം. ഇത് 25 പരമ്പരാഗത കെട്ടിടങ്ങൾ കേരളത്തിൻ്റെ പലയിടത്തു നിന്നും ഒരുമിച്ച് കൂട്ടി പുനർനിർമ്മിച്ച ഒരു വലിയ പ്രതിഷ്ഠയാണ്.
മുഴുവൻ തടി കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം 62 പരമ്പരാഗത ആശാരിമാർ ചേർന്ന് 7.5 വർഷം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇനി ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. ഇതിൻ്റെ സ്ഥാപകനും നടത്തിപ്പുകാരനുമായ ശ്രീ ജോർജ് ജെ താലിയത്ത് അദ്ദേഹവും കുടുംബവും ചേർന്ന് 30 വർഷം കൊണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ശേഖരിച്ചിട്ടുള്ള ഇന്ത്യൻ കലകളുടെ 6000-ഓളം പുരാവസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മ്യൂസിയം. നമ്മുടെ പൂർവികരുടെ ജീവിതശൈലിയും കലാവിരുതുകളും സംസ്കാരവും ഒക്കെ വിളിച്ചോതുക, അതുവഴി നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ നാടൻ കലകൾ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം 100 രൂപയാണ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് വരുന്നത്. ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫീ ഉണ്ട്. ആൻഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസും ഒന്നുമില്ല. സോ തികച്ചും അഫോർഡബിൾ അല്ലേ അത്. ഈ മ്യൂസിയത്തിന്റെ ഇന്റീരിയറിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് 3 ഫ്ലോറുകളിലായിട്ട് 3 കേരള സ്റ്റൈൽ ആർക്കിടെക്ചേഴ്സിനെയാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏറ്റവും താഴെ മലബാർ, 2ാമത്തെ നിലയിൽ കൊച്ചി, 3ാമത്തെ നിലയിൽ ട്രാവൻകൂർ എന്നിങ്ങനെ. സോ ആദ്യം നമ്മൾ ഈ കാണുന്നത് മലബാർ സൈഡിൽ കണ്ടുവന്നിരുന്ന പുരാവസ്തുക്കളും വാസ്തുവിദ്യയുമൊക്കെയാണ്. മലബാർ സൈഡിൽ ഉണ്ടായിരുന്ന ഡാൻസ് ആൻഡ് മ്യൂസിക് ഫോംസിനെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അടുത്തത് കൊച്ചി സെക്ഷനാണ്. നമുക്ക് ശരിക്കും അതിശയം വരും, അത്രയും അധികം കളക്ഷൻസ് ഇത്ര നന്നായി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട്, അതും ഒരു പ്രൈവറ്റ് മ്യൂസിയമിൽ. ഈ സെയിം ഫ്ലോറിൽ തന്നെ ഒരു ട്രഡീഷണൽ ഹാൻഡ് മെയ്ഡ് കേരള സാരീസും ഡ്രസ്സസും ഒക്കെ സെൽ ചെയ്യുന്ന ഷോപ്പും കൂടിയുണ്ട്. ലാസ്റ്റായിട്ട് ട്രാവൻകൂർ, അതായത് കേരളത്തിന്റെ തെക്കൻ ഭാഗത്തെ കാഴ്ചകൾ കാണാം. ഉത്സവങ്ങൾക്കൊക്കെ കാണുന്ന കാളത്തലയുടെ കുറെ കളക്ഷൻസ് ഇവിടെ കാണാം. ഈ ഫ്ലോറിൽ ഒരു കഫേയും ഉണ്ട്. ശരിക്കും ഒരു കിടിലം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഫോർ ഷുവർ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഹാറ്റ്സ് ഓഫ് ടു ഇതിന്റെ മാനേജ്മെന്റ് ടീം. അങ്ങനെ അവിടുന്ന് ഇനി നമ്മൾ ഒരു ലേറ്റ് ലഞ്ചിനാണ് കേട്ടോ പോകുന്നത്, നമ്മുടെ ഹോട്ടലിന്റെ അടുത്തുള്ള ആ നാടൻ റെസ്റ്റോറൻറ്റിലേക്ക്. അവരുടെ ലഞ്ച് മീലാണ് കേട്ടോ ഞാനൊഴികെ എല്ലാവരും ഓർഡർ ചെയ്തത്. സിമ്പിൾ ലഞ്ചായിരുന്നു, ഒരുപാട് വിഭവങ്ങളില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, അതും സൂപ്പറായിരുന്നു. ബട്ട് അവരുടെ സ്പെഷ്യൽ ഐറ്റമായ മീൻ പൊള്ളിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു ഏറ്റവും കിടിലം. അവിടുത്തെ സെർവ് ചെയ്യാൻ നിന്നിരുന്ന ചേട്ടൻ നല്ല പെരുമാറ്റമായിരുന്നു, അത് എടുത്ത് പറയണമെന്ന് തോന്നി. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ സജസ്റ്റ് ചെയ്തത് പുള്ളിയാണ്. എന്തായാലും ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഹോട്ടൽ റൂമിൽ റെസ്റ്റ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഒരു ലേറ്റ് ഈവനിങ് ഒക്കെ കൊച്ചിയിലെ മെഗാ ട്രാഫിക്കിലൂടെ കഷ്ടപ്പെട്ട് ലുലു മോളിലെത്തി. ലുലു മോളിൽ പോകാതെ കൊച്ചി ട്രിപ്പ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഡിന്നറിനായിട്ട് ലുലു മോളിന്റെ ഫുഡ് കോർട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ കോഴിക്കോടിലെ ഫേമസ് പാരഗൺ റെസ്റ്റോറൻറ്റ് ഒരു ഔട്ട്ലെറ്റ് കണ്ടു. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് കയറി. ഒരു ലക്സ്യൂറിയസ് അടിപൊളി ഡിന്നറായിരുന്നു. അപ്പം, പറോട്ട, ബീഫ് റോസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു.
ഡേ 3 ആൻഡ് ലാസ്റ്റ് ഡേ ഇൻ കൊച്ചിയാണ്. ഈ ഒരു സ്ഥലം കൂടി കണ്ടിട്ടേ നമ്മൾക്ക് കൊച്ചിയിൽ നിന്നും പോകാനായിട്ട് പറ്റൂ. കൊച്ചിയിലെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയ മെറൈൻ ഡ്രൈവ് വാക്ക് വേ. ഇവിടുത്തെ ലോക്കൽസും ടൂറിസ്റ്റും ഒക്കെ ഒരുപോലെ സന്ദർശിക്കുന്ന ഒരു ലൊക്കേഷനാണ്. മെയിൻലി ബാക്ക് വാട്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി ആസ്വദിച്ച് നമുക്ക് കുറച്ച് നല്ല സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെയും കുറേയധികം ഫുഡ് ഷോപ്സും മോൾസും ഒക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ചെറിയ വഞ്ചിയിൽ നിന്ന് മീൻ പിടിക്കുന്നത് മോന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇതുപോലെ കുറെ കൗതുക കാഴ്ചകൾ നമുക്കിവിടെ കാണാം. അതുപോലെ കുറേയധികം ബോട്ടുകളും ഇവിടെ കിടക്കുന്നത് കാണാം. ടൂറിസ്റ്റിനെയൊക്കെ റൈഡ്സിന് കൊണ്ടുപോകുന്ന ബോട്ട്സും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളോട് തന്നെ റൈഡിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് കുറേയധികം ബോട്ട് ഉടമകൾ വന്നിട്ടുണ്ടായിരുന്നു. സമയക്കുറവ് മൂലം ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല. കാണുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ റെയിൻബോ ബ്രിഡ്ജാണ്. രാത്രിയിൽ ഇവിടെ കളർഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രസമാണെന്നാണ് പറയുന്നത് അത് കാണാനായിട്ട്. അവിടെ നിന്നിറങ്ങി ഈ മെറൈൻ ഡ്രൈവിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നിന്നും ഞാൻ ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ഡ്രിങ്കാണ് അവൽ മിൽക്ക് ഷേക്ക്. അത് കുടിക്കാമെന്ന് കരുതി. സോ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം പഴം മാഷ് ചെയ്തു. അതിലേക്ക് വറുത്ത അവലും നട്ട്സും ഒക്കെ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ബൂസ്റ്റും. ഫൈനലി തണുത്ത പാലും കൂടി ആഡ് ചെയ്താൽ അവൽ മിൽക്ക് ദാ റെഡി. സ്വീറ്റ് ലവറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ച അത്രയും സ്വീറ്റ്നെസ് ഇതിന് ഇല്ലെങ്കിലും കൊള്ളാം, വർത്ത് ട്രൈ ആണ്. അതുപോലെ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കുമാണ്. സോ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഞങ്ങൾ പിന്നെ എൻ്റെ കസിൻ്റെ വീടുണ്ട് കൊച്ചിയിൽ. സോ അവിടെയും കൂടി കയറിയിട്ട് ബാക്ക് ടു കരുനാഗപ്പള്ളിയിലേക്ക് തിരിച്ചു. സോ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.